ഹലോ ഗൈസ്, ഞാനും എൻ്റെ ബെസ്റ്റിയും കൂടെ തൊലി ഉരിക്കാൻ വേണ്ടിയിട്ട് പോകണം. ബിക്കോസ് ഞങ്ങൾ കാട്ടുപോത്തിൻ്റെ തൊലിയാണെന്ന് പലരും പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫേസിൻ്റെ തൊലിയാണ് ഞങ്ങൾ ഉരിക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാൻ ആഴ്ചയിൽ 2 തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട് സ്കിൻ സൈക്ലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട്. കോസ്റ്റാറക്സിൻ്റെ EHA BHA PHA LHA പിയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് കഴുകിയിട്ട് ഇങ്ങനെ കുറച്ച് ഡ്രോപ്പായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പറ്റിച്ച് കൊടുക്കും. എൻ്റെ കൈ കുറച്ച് മുറിഞ്ഞിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല നീച്ചലുണ്ടായിരുന്നു പീല് വീണപ്പോഴത്തേക്ക്. ആദ്യമായിട്ട് നമ്മൾ പീല് ഇടുന്ന സമയത്ത് നമുക്കൊരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ടാവും. അത് നാച്ചുറലാണ്. എൻ്റെ താടിയുടെ അവിടെ എനിക്കൊരു കുത്തും, ശവത്തി കുത്തുന്നവർ പോലെ നമ്മളിങ്ങനെ മുറിഞ്ഞ് തകർന്നിരിക്കുമ്പോൾ ശവത്തി കുത്തുമല്ലോ, അത്രയില്ലെങ്കിൽ ചെറിയൊരു കുത്തൽ പോലത്തെ നമുക്ക് ഒരു വേദനയുണ്ട്, ഒരു ടിംഗ്ലിങ് സെൻസേഷൻ. പിന്നെ മീനാശിക്ക് ഇട്ട് കൊടുത്തു. സോ ഗൈസ്, നിങ്ങൾ പീല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൻ്റെ തലേക്കും തലേദിവസം ഒരിക്കലും ഒരു ആക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് സാലിസിലിക് ആസിഡോ നാസിനമൈഡോ റെറ്റിനോളോ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നല്ല സെറാമൈഡൊക്കെ ഇട്ട് സ്കിൻ ബാരിയർ സെറ്റാക്കി വയ്ക്കുക. നല്ല സൂത്തിങ് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുക, എന്നിട്ട് പീൽ ചെയ്യുക. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഒരു എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്. അതിലൊരു പാർട്ടാണ് ഈ പീലിംഗ് എന്നുള്ള സംഭവം. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിലിഗ്രിം, ഡെർമ, ഓർഡിനറിയുടെ ഒക്കെ പീൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര വെറൈറ്റിയാണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിട്ട് ഫേസിനെന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ അടിയിൽ സെല്ലൊക്കെ നമ്മുടെ ഈ ആക്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ടൈനി ബംസൊക്കെ കിടക്കുമല്ലോ, അതൊക്കെ ക്ലിയറായി പോകും. അതായത് ഇന്ന് ഞാൻ പീലിട്ടാൽ മറ്റന്നാകുമ്പോൾ അതെല്ലാം കരിഞ്ഞു പോകും. കാരണം നെക്സ്റ്റ് ഡേ ഇത് സ്കിന്നിൻ്റെ പുറത്തോട്ട് വന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഇതെല്ലാം സെറ്റിലാവും. സോ പീലിംഗ് എന്ന് പറയുന്നത്, കെമിക്കൽ പീൽ എന്ന് പറഞ്ഞൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. എന്ത് എക്സ്ഫോളിയേഷനേക്കാളും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യാൻ നോക്കുക. ഡെയിലി വാരിയിട്ട് കിടിലാക്കാൻ നോക്കരുത്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയി. കാരണം എനിക്ക് മീനുണ്ടിയിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം അവൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും അവൾ ഉച്ചയ്ക്ക് ഇങ്ങനെ കൊട്ടാൻ വെയിലത്ത് നിൽക്കാറുണ്ട്. അവൾക്ക് ആ വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനങ്ങനെ ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു 2 ദിവസം കഴിയുമ്പോൾ സ്കിന്ന് ഭയങ്കര ഗ്ലോ. അതായത് ഇന്നിട്ടെങ്കിൽ മറ്റന്നാൾ സ്കിന്ന് ഗ്ലോ ആയി ഭയങ്കര അടിപൊളിയാവും ഗൈസ്. സോ ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ. ടിറേന്ന് വാക്കാൻ നോക്കുക. ഓഫറുണ്ട്. ടാറ്റാ.